എല്ലാവർക്കും നമസ്കാരം. ശുക്രദശ 20 വർഷത്തേക്കാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഉണ്ടാകുക. ബലവാനായ ശുക്രൻ്റെ ദശയിൽ ധാരാളം സുഖം അനുഭവിക്കാനുള്ള യോഗവും ഭാഗ്യാഭിവൃദ്ധി, മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ല അഭിവൃദ്ധിയും നല്ല കൈപുണ്യമൊക്കെ ഉണ്ടാകും എന്ന് സാരം. സ്ത്രീകൾ, പുത്രന്മാർ എന്നിവർ നിമിത്തം ധനപ്രാപ്തി, ഭാര്യയ്ക്ക് ജോലിയും പുത്രന്മാർക്ക് ജോലിയും, അതല്ലെങ്കിൽ നല്ല കുടുംബജീവിതം എന്നൊക്കെ സാരം. രാജകീയമായ ജീവിത സൗഭാഗ്യങ്ങൾ, സ്വർണലാഭം, ഉദ്യാനം, സംഗീതാദി കലകളിൽ താല്പര്യം, കുതിര, ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ ബൈക്ക് തത്തുല്യമായ അവയൊക്കെ വാങ്ങിക്കുവാനുള്ള സാഹചര്യം, ക്രയവിക്രയങ്ങൾ സുഗമമാകുക, കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ കടം വീടുക ഒക്കെ ചിന്തിക്കുക. അതിൻ്റെ അകത്ത് കൃഷി എന്നിവയിൽ നിന്ന് ലാഭം, നിധിലബ്ധി, വാഹനം, നവീന ഗൃഹം, വീട് പുതുക്കി പണിയുവാനുള്ള സാഹചര്യം, വിശേഷ വസ്ത്ര ആഭരണാദികൾ എന്നിവയുടെ ലാഭം തുടങ്ങിയവ അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. ശുക്രൻ ബലവാനാണെങ്കിൽ, ഇനി ശുക്രൻ ദുർബലനാണെങ്കിൽ കാട്ടാളന്മാർ, നായോടികൾ, മുഖ്യധാരയിൽ നിന്നും മാറി താമസിക്കുന്നവർ, ഇവരോട് വൈര്യം, ഇവരിൽ നിന്നും വൈര്യം. അതായത് ലളിതമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അന്യദേശവാസികൾ നമ്മുടെ നാട്ടിൽ വരികയും അവരോട് വഴക്കുകൂടുകയും എന്നൊക്കെ ചിന്തിക്കുക. അതിനകത്ത് സ്നേഹം നിമിത്തം വ്യസനം, അതായത് പ്രണയ നൈരാശ്യമൊക്കെ, ഭാര്യാനഷ്ടം, ഭാര്യ മരണപ്പെടാം, അതല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് അകന്ന് ജീവിക്കാം, അതല്ലെങ്കിൽ ഭാര്യയുമായിട്ട് കലഹം ഇത്യാദികളൊക്കെ ആ വകയിൽ ചിന്തിക്കാം. ജന്തുക്കളിൽ നിന്ന് ഭയം, മൃഗങ്ങളുടെ കുത്തേക്കുക, തത്തുല്യമായതൊക്കെയാണ് അതിൽ ചിന്തിക്കുന്നത്. കുടുംബത്തിലെ സ്ത്രീകൾക്ക് ദുരിതം, അമ്മ, ഭാര്യ, മകള്, ഇവർക്കൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടാകുക, അതുമൂലം ധനനഷ്ടം ഒക്കെ ഉണ്ടാകും. ഉച്ചരാശിസ്ഥിതിയും നീചാംശവുമുള്ള ശുക്രൻ സ്വദശയിൽ ധനനാശവും സ്ഥാനഭ്രഷ്ടതയും ചെയ്യും. മറിച്ച് നീചസ്ഥിതിയും ഉച്ചാംശവുമുള്ള ശുക്രൻ സ്വദശയിൽ കൃഷി, കച്ചവടം എന്നിവ കൊണ്ട് ധനലാഭമുണ്ടാക്കും. ഇതൊക്കെ ജാതകം നോക്കിയാലാണ് അറിയുവാൻ കഴിയുക. ജാതകം നോക്കണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ജ്യോതിഷ അറിവുകൾ ലഭിക്കുന്നതാണ്. ശുക്രദശയിൽ അപഹാരം തന്നെയാണ് 3 വർഷവും 4 മാസത്തേക്ക്. സ്വജനങ്ങളിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നും ബഹുമതി, വിവിധ ധനാഗമ മാർഗങ്ങളുണ്ടാകും, വിഷയ സുഖാനുഭവങ്ങൾ, വലുതായ കീർത്തി, പുത്രസന്തോഷം, ശത്രുനാശം, സുഗന്ധദ്രവ്യങ്ങളുടെ ലേപനങ്ങളുടെയും ലബ്ധി ഒക്കെ നല്ല സമയമാണ്, നല്ല കാലവുമാണ്. ശുക്രൻ ഇഷ്ടസ്ഥാനത്താണെങ്കിൽ, ഈ ശുക്രൻ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ഇഷ്ടജനങ്ങൾക്കും ഭാര്യയ്ക്കും തനിക്കും ആപത്ത്, സുഖഭംഗം, രോഗാദികളുടെ ദുരിതം, മാനഹാനി ഇവയൊക്കെ ഉണ്ടാകും. അടുത്തതായിട്ട് വരുന്നത് സൂര്യൻ്റെ അപഹാരമാണ് 1 വർഷത്തേക്ക്. സൂര്യൻ അനിഷ്ടപ്രദനാണെങ്കിൽ ഉദര, ശിരസ്, നേത്ര രോഗങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ അകാരണമായ ധനനഷ്ടവും പിതൃദുഃഖവും, അച്ഛന് രോഗമോ മരണമോ തത്തുല്യമായതും, വീട്, ഭൂമി ഇതുകൾക്ക് നാശവും, ബന്ധുക്കൾ തന്നെ ശത്രുക്കളാകുന്ന അനുഭവവും ഉണ്ടാകും. സൂര്യൻ ബലവാനാണെങ്കിൽ ദോഷങ്ങൾ കുറഞ്ഞിരിക്കും. അധികാരികളുടെ പ്രീതി, പിതൃസൗഖ്യം, തിരഞ്ഞെടുപ്പുകളിൽ ജയം, സ്വജന ആനുകൂല്യം ഇവയും അനുഭവത്തിൽ വരും. അതിനുശേഷം വരുന്നത് 1 വർഷം 8 മാസത്തേക്ക് ചന്ദ്രാപഹാരമാണ്. മിശ്ര ഫലപ്രദമാണ് ശുക്രദശയിലെ ചന്ദ്ര അപഹാരം. ഉത്സാഹം, ധനാഗമം, ഭാര്യാനുകൂല്യം, ഭൂമിലാഭം, വിശേഷ വസ്ത്രലാഭം, കൃഷികളിൽ നിന്നും വിജയം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ചന്ദ്രൻ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഉണ്ടാവുകയും, ഇനി അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുകയെങ്കിൽ മാതൃസൗഖ്യക്കുറവ്, അമ്മയ്ക്ക് ദുരിതങ്ങളും, അർദ്ധനാശം, ധനനാശവും, ഗ്രഹണി രോഗം, ശരീരം വലിയ തത്തുല്യമേയും, ക്ഷയം, ആസ്മ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും പ്രവാസ ജീവിതവും മനക്ലേശവും ഒക്കെ അനുഭവത്തിൽ വരും. ചന്ദ്രൻ്റെ പക്ഷബലമനുസരിച്ച് ആണ് ഫലം നിർണ്ണയിക്കേണ്ടത്. ഇനി അടുത്തതിന് ശേഷം വരുന്നത് 1 വർഷം 2 മാസത്തേക്ക് ചൊവ്വയുടെ അപഹാരമാണ്. രക്തരോഗം,
പ്രവൃത്തിഭംഗം, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ശീലം, ക്രയവിക്രയങ്ങളിൽ നഷ്ടവും ക്രൂരകർമ്മങ്ങളോട് താല്പര്യവും ഒക്കെ ഈ ചൊവ്വ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ ഫലമുണ്ടാവുകയും, ചൊവ്വ ബലവാനാണെങ്കിൽ ഭൂമി സമ്പാദിക്കുകയും വസ്ത്രാഭരണാദികൾ സമ്മാനമായി കിട്ടുകയും ജാഗ്രതയോടെ കർമ്മങ്ങളിൽ മുഴുകുകയും നിക്ഷേപങ്ങളിൽ നിന്നും അഗ്നികർമ്മം, ആയുധ വ്യാപാരം ഇവയിൽ നിന്ന് ലാഭം ഉണ്ടാവുകയും ചെയ്യും. അതിനുശേഷം 3 വർഷത്തേക്ക് കഷ്ടകാല സമയം എന്ന് പറഞ്ഞ പോലെ രാഹുവിൻ്റെ അപഹാരമാണ്. ഈ രാഹു ഇഷ്ടസ്ഥാനത്താണെങ്കിൽ നിധി, ലോട്ടറി അടിക്കുക ഇവയിൽ നിന്നൊക്കെ ലാഭവും ശത്രുവിജയവും സ്ത്രീജനങ്ങളുടെ നേതൃത്വം ഉണ്ടാവുകയും, അതായത് നമ്മുടെ മേൽ ഓഫീസർ സ്ത്രീകളായി വരികയും ഇഷ്ടഭക്ഷണയോഗവും സജ്ജനങ്ങളിൽ നിന്നും സ്നേഹാദരവും ഒക്കെ ഫലമാകും. രാഹു അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ജീവിതത്തിലെ കഠിനകാലം തന്നെയായിരിക്കും എന്ന് സാരം. നിത്യതി ദിക്കിൽ നിന്ന് ആപത്തും പേരുദോഷവും ചോര അഗ്നി വിഷഭയവും പിതാമഹി അതായത് വല്യച്ഛനും വല്യമ്മയ്ക്കൊക്കെ അരിഷ്ടതയും ഏകാന്തതയും അനുഭവപ്പെടും. അതിനുശേഷം വരുന്നത് വ്യാഴത്തിൻ്റെ അപഹാരമാണ്. 2 വർഷം 8 മാസത്തേക്ക് ധർമ്മപ്രവൃത്തികളും മതാനുഷ്ഠാനങ്ങളും അധികാരസിദ്ധിയും സജ്ജനങ്ങളുടെ നേതൃത്വവും പുത്രാഭ്യുദയവും നഷ്ടപ്പെട്ട ധനം വസ്തുക്കൾ ഒക്കെ മടക്കി കിട്ടുകയൊക്കെയാണ് ഫലം. വ്യാഴം ഇഷ്ടസ്ഥാനത്താണെങ്കിൽ, അനിഷ്ടസ്ഥാനത്താണെങ്കിൽ നിർഭാഗ്യം കൂടെ ഉണ്ടാകും. ഭാര്യാസന്താനാദികൾക്ക് രോഗവും പദവികളിൽ നിന്ന് തരം താഴ്ത്തലും മാനഹാനിയും മത്സരങ്ങളിൽ പരാജയവും ഫലമാണ്. അതിനുശേഷം വരുന്നതാണ് ശനിയുടെ അപഹാരം 3 വർഷം 2 മാസത്തേക്ക്. നാട്ടുപ്രമാണികളിൽ നിന്ന് ബഹുമതി ഉണ്ടാകും. ശനി ഇഷ്ടസ്ഥാനത്താണെങ്കിൽ വൃദ്ധ സ്ത്രീകളുമായി വീഴ്ചയുണ്ടാകും. ഭൂമി ലാഭം, പഴയ വീട് പുതുക്കി പണിയുക, ചെറിയ ചെറിയ രാഷ്ട്രീയ വിജയങ്ങളും പദവികളും ശാസ്താവ് ഭദ്രകാളി തുടങ്ങിയ ദേവീദേവന്മാരുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ ആണ് അതിൽ ഫലമായി വരിക. ശനി ദുർബലനാണെങ്കിൽ അപഹാരത്തിൻ്റെ ആരംഭത്തിൽ കുടുംബസൗഖ്യമൊക്കെ ഉണ്ടാവുമെങ്കിലും ഗ്രഹത്തിൽ സമാധാനക്കുറവും കൃഷിയും കന്നുകാലികൾക്ക് നാശവും കള്ളന്മാരെയും ദുർജനങ്ങളെയും കൊണ്ടുള്ള ഉപദ്രവമൊക്കെ വഴിയെ ഉണ്ടാകും. അതിനുശേഷമാണ് 2 വർഷം 10 മാസത്തേക്ക് ബുധൻ്റെ അപഹാരം. പുത്രാഭ്യുദയം, അതായത് കുഞ്ഞുങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ വിടുവാനുള്ള സാഹചര്യവും കച്ചവടത്തിൽ നിന്ന് ലാഭവും സമ്പൽ സമൃദ്ധിയും ഭാഗവതാദി പുരാണ ശ്രവണവും മൃഷ്ടാന്ന ഭോജനവും അതുപോലെ തന്നെ ഇഷ്ടജന സമാഗമവും വ്യാകരണം, ശാസ്ത്രം, ഗണിതം എന്നിവയിൽ പാണ്ഡിത്യവും അധികാരികളുടെ പ്രീതിയും ഒക്കെ അനുഭവത്തിൽ വരും. ഈ ബുധൻ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ത്രിദോഷങ്ങൾ, കോപിച്ച ഇതുമൂലമുള്ള രോഗങ്ങളും ബന്ധുവിയോഗവും ഗർഭഛിദ്രവും അബോർഷൻ പോലെയുള്ളവയും വ്യാപാര പരാജയവും അന്യഗ്രഹവാസവും, അതായത് വ്യാപാരത്തിൽ പരാജയപ്പെട്ട ധനനഷ്ടം വന്ന് വാടകയ്ക്ക് പോകേണ്ട വരെ സാഹചര്യം വേണമെങ്കിൽ ചിന്തിക്കാം. അതിനുശേഷം കേതു അപഹാരമാണ് 1 വർഷം 2 മാസത്തേക്ക്. ശുക്രദശയിലെ അവസാനത്തെ അപഹാരമാണ് കേതുവിൻ്റേത്. പ്രായണ ദുരനുഭവങ്ങളായിരിക്കും മുന്നിട്ട് നിൽക്കുക. അഗ്നിഭയം, വേശ്യാസമാഗമം, ഗൃഹത്തിൽ അശാന്തിയും വിഷാദരോഗവും കുറ്റവാസനയും ദുർജന സഹവാസവും ഫലമാണ്. കേതു അനിഷ്ടപ്രദനാണെങ്കിൽ. ഇഷ്ടസ്ഥാനത്താണെങ്കിൽ ശുഭയോഗ ദൃഷ്ടിയോടെയൊക്കെ നിന്നാൽ തൊഴിലിൽ മെച്ചമുണ്ടാകും, ശുഭാനുഭവങ്ങളുണ്ടാവും, ആത്മീയ അന്വേഷണവും മത്സരങ്ങളിൽ വിജയവും തീർത്ഥാടനവും ഒക്കെയാണ് ഫലം. ജാതകം നോക്കുവാനോ എഴുതുവാനോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഗ്രഹ ദോഷ അപഹാര സമയങ്ങളിൽ എല്ലാ ദേവന്മാർക്കുമുള്ള വഴിപാടുകളൊക്കെ നടത്തിയാൽ എല്ലാവർക്കും നല്ലതേ സംഭവിക്കുകയുള്ളൂ. നല്ലപോലെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.